നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തെ പിടിച്ചു കുലുക്കിയ ADM കെ നവീൻ ബാബുവിന്റെ മരണം നടന്നിട്ട് ഇന്നേക്ക് 1 മാസം തികയുന്നു. ADM ജീവൻ ഒടുക്കുന്നതിന് വഴിയൊരുക്കിയ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയുടെ അധിക്ഷേപ പ്രസംഗത്തിനപ്പുറം അതിന് കാരണമായ കൈക്കൂലി ആരോപണവും ബിനാമി ഇടപാടും സംബന്ധിച്ച് കൃത്യമായ വിവരം ഇനിയും പുറത്തു വന്നിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കിയെങ്കിലും അന്വേഷണം മന്ദഗതിയിലെന്ന ആരോപണം ശക്തമായി നിലനിൽക്കുന്നു. രാജ്യ തലസ്ഥാനത്ത് വായു മലിനീകരണം പരിധി വിട്ടതോടെ ഭരണകൂടം കർശന നിയന്ത്രണങ്ങളിലേക്ക്. വർദ്ധിച്ചു വരുന്ന മലിനീകരണ തോത് കാരണം ഡൽഹിയിലെ എല്ലാ പ്രൈമറി സ്കൂളുകളും കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതുവരെ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറുമെന്ന് മുഖ്യമന്ത്രി എക്സിൽ കുറിച്ചു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് സുപ്രധാന മാർഗനിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. മതപരിപാടികളിലും ഉത്സവങ്ങളിലും മറ്റു പരിപാടികളിലും ആനകളെ എഴുന്നള്ളിക്കുന്നതിനാലാണ് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവിറക്കിയത്. 3 മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നള്ളത്തിൽ നിർത്തരുതെന്നതുൾപ്പെടെ മറ്റു നിരവധി മാർഗനിർദ്ദേശങ്ങളും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. കൃഷിയിടങ്ങളിൽ വൈദ്യുതി കെണികൾ സ്ഥാപിക്കുന്നതിൽ മുന്നറിയിപ്പുമായി പോലീസ്. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി സ്ഥാപിച്ചിട്ടുള്ള ഇത്തരം അനധികൃത വൈദ്യുത കെണികളിൽ കുടുങ്ങി ആളുകൾ മരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനിടെയാണ് മുന്നറിയിപ്പ്. ഇത്തരം സംഭവങ്ങളിൽ ഏതെങ്കിലും വ്യക്തികൾ മരിക്കാൻ ഇടയായാൽ ഉത്തരവാദികളായവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നതാണെന്നും പോലീസ് അറിയിച്ചു. AEയിൽ എല്ലാ തൊഴിൽ മേഖലകളിലും അടുത്ത വർഷം ശമ്പള വർധനമുണ്ടാകുമെന്ന് സർവേ റിപ്പോർട്ട്. ഡാറ്റ അനാലിസിസ് കമ്പനിയായ മെർസർ നടത്തിയ പ്രതിഫല സർവേയുടെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തൽ. UAEയിൽ 700 കമ്പനികളാണ് സർവേയിൽ പങ്കെടുത്തത്. ഇതിൽ 28% കമ്പനികളാണ് അടുത്ത വർഷം ശമ്പളം വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നതായി അറിയിച്ചത്. എല്ലാ മേഖലയിലും 4.5% വരെ ശമ്പള വർധനമുണ്ടാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പച്ചത്തേങ്ങ വില ഉയർന്ന് കിലോയ്ക്ക് 50 രൂപ വരെയായി. ബുധനാഴ്ച കോഴിക്കോട്ടെയും വടകരയിലെയും വിപണികളിൽ കർഷകർ 50 രൂപ നിരക്കിലാണ് നാളികേരം വിറ്റത്. മലബാർ മേഖലയിൽ നാളികേര കർഷകർക്ക് ഇത്ര വലിയ വില ലഭിക്കുന്നത് ഇതാദ്യമാണ്. ഉൽപാദനം കുറഞ്ഞതും ആവശ്യം വർദ്ധിച്ചതുമാണ് വില കൂടാൻ കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.